Good evening and welcome. ദൃശ്യമാധ്യമങ്ങളുടെ നിരയിലേക്ക് മാധ്യമം കുടുംബത്തിൽ നിന്നും മീഡിയ വൺ ചുവടുറപ്പിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം മുതൽ നിറം ചേർക്കാത്ത വാർത്തകളും നേര് പറയുന്ന ദൃശ്യങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലുണ്ടാകും. 1 മണിക്കൂർ നീളുന്ന വാർത്താ വിശകലന പരിപാടി സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയിട്ട് ഒരു ദിവസം പിന്നിടുമ്പോഴും രാജ്യതലസ്ഥാനമായ ദില്ലിയും കശ്മീരും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. നിയമവാഴ്ചയുടെ വിജയമെന്ന് ജനാധിപത്യ പാർട്ടികൾ കൊണ്ടാടിയ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയ്ക്ക് പിന്നിൽ നീതി നിർവഹണം ഉണ്ടായിട്ടുണ്ടോ എന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രസക്തി ഏറിവരികയാണ്. സജീവമായ ചർച്ചയും സൂക്ഷ്മമായ പരിശോധനയും അനിവാര്യമായ ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷനിൽ ഇന്നാദ്യം. രാജീവ് ശങ്കരൻ സ്വാഗതം. മീഡിയ വണ്ണിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞുപിടിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ലെന്ന് UPA സർക്കാർ തെളിയിക്കേണ്ടി വരുമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. കാശ്മീരുകാരുടെ വരും തലമുറകൾ അഫ്സൽ ഗുരുവായി സ്വയം തിരിച്ചറിയുമെന്നും ഉമർ. മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്കായി വിട്ടുതരണമെന്ന് അഫ്സൽ ഗുരുവിന്റെ ബന്ധുക്കൾ. കാശ്മീരിൽ കർഫ്യൂ തുടരുന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചു. സൂര്യനെല്ലി കേസിൽ എല്ലാ അന്വേഷണങ്ങളും PJ കുര്യനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നുവെന്ന് AK ആന്റണി. നായനാർക്കും അച്യുതാനന്ദനും ചെയ്യാൻ സാധിക്കാത്തത് തന്നെക്കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ദൃശ്യമാധ്യമ രംഗത്ത് നേരിന്റെ മിഴി തുറക്കുന്നു. മീഡിയ വൺ ചാനൽ AK ആന്റണി പ്രതിരോധ മന്ത്രി AK ആന്റണി ലോക മലയാളികൾക്ക് സമർപ്പിച്ചു. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇടക്കാല മന്ത്രിസഭ രൂപീകരിക്കാൻ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് തുണീസിയയുടെ പ്രധാനമന്ത്രി ഹമദി ജിബാലി. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം ഇതേയുള്ളൂ എന്നും പ്രധാനമന്ത്രി. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ 2 ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർഭജൻ സിംഗ് തിരിച്ചെത്തി. ശിഖർ ധവാൻ ടീമിൽ. ശ്രീശാന്തിനെ പരിഗണിച്ചില്ല. സന്തോഷ് ട്രോഫി ഫുട്ബോളിന് കൊല്ലത്ത് കിക്ക് ഓഫ്. ആദ്യ ജയം കർണാടകയ്ക്ക്. മലയാളിക്ക് കാഴ്ചയുടെ നേരും നന്മയും നൽകിക്കൊണ്ട് മീഡിയ വൺ മിഴി തുറന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണിയാണ് മീഡിയ വൺ ചാനലിനെ നാടിന് സമർപ്പിച്ചത്. മാധ്യമം ദിനപത്രത്തിന്റെ രജത ജൂബിലി സമ്മാനമാണ് മീഡിയ വൺ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങി ഒട്ടേറെ പേർ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, സാമുദായിക രംഗത്തെ ഒട്ടേറെ പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. വൈകിട്ട് 5:30യോടെയായിരുന്നു ആ ചരിത്ര മുഹൂർത്തം. ഒഴുകിയെത്തിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി കേന്ദ്രമന്ത്രി AK ആന്റണി മീഡിയ വൺ നാടിനായി സമർപ്പിച്ചു. കേരളത്തിലെ പത്രങ്ങളിൽ ഏറ്റവും നല്ല പത്രമാണ് മാധ്യമമെന്നും ആ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന മീഡിയ വൺ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും AK ആന്റണി പറഞ്ഞു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ സുഹൃത്തുക്കളുമൊത്ത് മീഡിയ വണ്ണിന്റെ ഓഫീസിൽ പോയിരുന്നു, സ്റ്റുഡിയോയിൽ പോയിരുന്നു. ഓഫീസ് എന്ന് പറയുന്നത് ശരിയല്ല, സ്റ്റുഡിയോയിൽ പോയിരുന്നു. ഞാൻ ദൂരെ നിന്നത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് MK രാഘവനോടും ഷാനവാസിനോടും പറഞ്ഞു, ഇതൊരു കൊള്ളാമല്ലോ, സംഗതി വളരെ വിസ്മയകരമായിരിക്കും എന്ന് പറഞ്ഞു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ അതിവിസ്മയകരം. എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ആദ്യത്തെ അഭിപ്രായം പറയാം, നിങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. സ്വപ്നനഗരിയിൽ നടന്ന ചടങ്ങ് മാധ്യമം ചെയർമാൻ T ആരിഫലിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. മീഡിയ വണ്ണിന്റെ തുടക്കം മുതലേ പങ്കുചേരാൻ പറ്റിയതിൽ ഇരട്ടി സന്തോഷമുണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. വെള്ളിപ്പറമ്പിലെ ആസ്ഥാന മന്ദിരം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. മീഡിയ വൺ ജനപക്ഷത്തു നിന്ന് വാർത്തകൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ന്യൂസ് സ്റ്റുഡിയോ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും വെബ്സൈറ്റ് ലോഞ്ചിംഗ് സാംസ്കാരിക മന്ത്രി KC ജോസഫും നിർവഹിച്ചു. പ്രോഗ്രാം സ്റ്റുഡിയോ Dr. P മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്തു. മീഡിയ വൺ സിഗ്നേച്ചർ മ്യൂസിക് സംവിധായകൻ രഞ്ജിത്താണ് പ്രകാശനം ചെയ്തത്.
എംപിമാരായ MI ഷാനവാസ്, MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സാഹിത്യകാരനായ M മുകുന്ദൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കുചേർന്നു. നേരുള്ള വാർത്തകളും നന്മയുള്ള വിനോദങ്ങളുമായി ഇനിയെന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. മീഡിയ വൺ നിങ്ങളുടേതാണ്. ഉദ്ഘാടന വേദിയായ സ്വപ്നനഗരിയിൽ നിന്നും ഷിത, മീഡിയ വൺ, കോഴിക്കോട്. ഇനി ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക്. തിരഞ്ഞുപിടിച്ച് വധശിക്ഷ നടപ്പാക്കുന്നില്ല എന്ന് ലോകത്തിന് മുന്നിൽ UPA സർക്കാരിന് തെളിയിക്കേണ്ടി വരുമെന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ടെലിവിഷൻ ചാനലുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാശ്മീരുകാരുടെ വരും തലമുറകൾ അഫ്സൽ ഗുരുവുമായി താതാത്മ്യം പ്രാപിക്കുമെന്നും ഉമർ പറഞ്ഞു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റരുതെന്നായിരുന്നു തന്റെ ആഗ്രഹം. എന്നാൽ ശിക്ഷ നടപ്പാക്കാൻ വൈകാതെ ഉണ്ടാകുമെന്ന തോന്നൽ തനിക്കുണ്ടായിരുന്നു. ശിക്ഷ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ വലിയ ആശ്ചര്യമുണ്ടാക്കിയില്ല. കശ്മീർ താഴ്വരയിൽ പലതും ഉരുണ്ടുകൂടുന്നുണ്ട്. ഈ നടപടി ഭാവിയിൽ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ ഉണ്ടെന്നും ഉമർ പറഞ്ഞു. അഫ്സലിന്റെ മൃതദേഹം കശ്മീരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിൽ കർഫ്യൂ തുടരുന്നു. ശനിയാഴ്ച കർഫ്യൂ ലംഘിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് കശ്മീർ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളിൽ 23 പോലീസുകാരുൾപ്പെടെ 42 പേർക്ക് പരിക്കേറ്റു. വടക്കൻ കശ്മീരിലെ 2 ഇടങ്ങളിൽ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. മൊബൈൽ, ഇന്റർനെറ്റ് തുടങ്ങിയ സേവനങ്ങൾ 2ാം ദിവസവും വിച്ഛേദിച്ചിരിക്കുകയാണ്. വാർത്താ ചാനലുകളും ദിനപത്രങ്ങളും ലഭ്യമല്ല. ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ ഗുരുവിനു വേണ്ടി മരണാനന്തര പ്രാർത്ഥനകൾ നടത്തി. ഷാബിർ അഹമ്മദ് ഷാ, അയാസ് അക്ബർ, ഹിലാൽ അഹമ്മദ് വാർ തുടങ്ങിയ വിഘടനവാദി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹുറിയത്ത് നേതാക്കളായ സയ്യിദ് അലി ഷാ ഗിലാനി, മിർവൈസ് ഉമർ ഫറൂഖ് എന്നിവരെ വീട്ടുതടങ്കലിലാക്കി. കടകളും സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടില്ല. സെപ്പോർ ബരാമുല്ല പ്രദേശങ്ങളിൽ സൈന്യം പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കർഫ്യൂ നടപ്പിലാക്കാൻ സൈന്യത്തിന്റെ സഹായം തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ഡൽഹിയിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തുടരുകയാണ്. ദേശീയം, മീഡിയ വൺ. അഫ്സൽ ഗുരുവിന്റെ വധത്തിന് ശേഷം കശ്മീർ വാദം ശക്തമാകാൻ സാധ്യതയെന്ന് SAR ഗീലാനി. മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭരണകൂടം കശ്മീരികളുടെ കാര്യത്തിൽ അത് പാലിക്കുന്നില്ലെന്നും SAR ഗീലാനി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അഫ്സൽ ഗുരു തൂക്കിലേറ്റപ്പെട്ടതോടെ കശ്മീരിൽ ചരിത്രം ആവർത്തിക്കപ്പെടാനാണ് സാധ്യത. മക്ബൂൽ ഭട്ടിനെ തൂക്കിലേറ്റിയപ്പോഴുണ്ടായ കശ്മീർ വാദം നമുക്കറിയാവുന്നതാണ്. 1980കളിലെ രാഷ്ട്രീയ ബോധമല്ല ഇന്നത്തെ കശ്മീരി ജനതയ്ക്കുള്ളത്. പ്രൊഫസർ SAR ഗിലാനി പറഞ്ഞു തുടങ്ങുന്നു. Today when this, in that time, people of Kashmir were not that aware of the situation, not that aware of the situation what is happening, not that political. Today they are more political. Today they know what has been happening to this gentleman from the very beginning. How systematically justice has been denied to him. How systematically he has been victimized. They know all of this. And at the end what happened. So of course this will affect this generation. ഭരണകൂടത്തിന്റെ ചെയ്തികളെ അമർഷത്തോടെ ഏറ്റുവാങ്ങുകയാണ് കശ്മീരികൾ. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതു മുതൽ കശ്മീരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഫ്സലിന്റെ ഗ്രാമം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലും. തൂക്കിലേറ്റിയ ഒരാളുടെ ശവശരീരം കാണാനോ അന്തിമോപചാരം അർപ്പിക്കാനോ അവകാശമില്ല. അത്രയ്ക്കും ക്രൂരമായാണ് ഭരണകൂടം കശ്മീർ ജനതയോട് പെരുമാറിയത്. So all that kind of situation, the atmosphere was created in such a way. The atmosphere inside the court was such, outside was such. There was no hope of justice, and it could never be. The way media was, presenting the proceedings of the court. It's totally one-sided. They never spoke of what defense was saying. And this is a blot on Indian democracy. You call it a democracy? Are you playing to the gallery and you call it democracy? It's mobocracy. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണകൂടം ചിലപ്പോഴെങ്കിലും മൌലികാവകാശങ്ങളുടെ കാര്യത്തിൽ തുല്യത പാലിക്കാറില്ല. ഇതുതന്നെയാണ് പ്രൊഫസർ SAR ഗിലാനിയും പറയുന്നത്. ക്യാമറാമാൻ സുരേഷ് ഇരുമ്പനത്തോടൊപ്പം ലിജോ വർഗീസ്, മീഡിയ വൺ, ഡൽഹി. അഫ്സൽ ഗുരുവിന്റെ വധത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ കർഫ്യൂ നാളെയും തുടരും. ഇന്നലെ SAR ഗീലാനിയെയും മാധ്യമപ്രവർത്തകൻ ഇഫ്തിഖാർ ഗിലാനിയെയും വീട്ടുതടങ്കലിലിട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം SAR ഗീലാനിയെ മോചിപ്പിക്കുകയും ചെയ്തു. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തി അറസ്റ്റിലായ 16 കാശ്മീരി വിദ്യാർത്ഥികളെ വിട്ടയച്ചു. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ തുടരുകയാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയെ വലിയ നേട്ടമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തിയത്. BJPയും മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇതിന് സ്വാഗതം ചെയ്തു. VHP ബജ്രംഗദൾ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമാണ് വധശിക്ഷയെ എതിരേറ്റത്. എന്നാൽ വധശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തി.
ശക്തമായ ചോദ്യമുന്നയിച്ചവരിൽ അരുന്ധതി റോയിയാണ് മുൻപന്തിയിൽ. ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഇഫ്തിഖാർ ഗിലാനിയെയും കുടുംബത്തെയും തടവിലിട്ടത് ശരിയായോ എന്നതാണ് പ്രധാനമായ ചോദ്യം. ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനെത്തിയ കാശ്മീരി വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതും പ്രതിഷേധത്തിനിടയാക്കി. കുടുംബത്തെ വിവരമറിയിച്ചതായി ആഭ്യന്തര മന്ത്രാലയം ആണയിടുമ്പോഴും മൃതശരീരം വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി അഫ്സലിന്റെ വിധവ രംഗത്തെത്തി. തിഹാർ ജയിലധികൃതർക്ക് അവരെഴുതിയ കത്ത് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ചർച്ചയുമായി. ലോകമെങ്ങും വധശിക്ഷയെക്കുറിച്ച പുനരാലോചനകൾ സജീവമാകുമ്പോൾ 2.5 മാസത്തിനകം ഇന്ത്യയിൽ നടപ്പാക്കിയത് 2 വധശിക്ഷകളാണ്. തിഹാർ ജയിലിന്റെ 3-ാം നമ്പർ കവാടത്തിലായിരുന്നു അഫ്സൽ ഗുരുവിനെ അതീവ രഹസ്യമായി തൂക്കിലേറ്റിയത്. കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാത്ത വധശിക്ഷയായിരുന്നു അഫ്സൽ ഗുരുവിന്റേത്. തിഹാർ ജയിലിന് മുമ്പിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. അഫ്സൽ ഗുരുവിനെ വധിച്ച ശേഷം ദില്ലിയിൽ എന്തൊക്കെ സംഭവിച്ചു? അഫ്സൽ ഗുരുവിനെ വധിച്ച ശേഷം ദില്ലി പോലീസിന്റെ പ്രത്യേക സെൽ ഇഫ്തിഖാർ ഗിലാനിയെ ഒരു ഫ്ളാറ്റിൽ തടഞ്ഞുവെച്ചു. സയ്യിദ് അലിഷയുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പോലീസ് ഗിലാനിയെ കൊണ്ടുപോയത്. മാത്രമല്ല, പോലീസ് വളരെ ക്രൂരമായി പെരുമാറിയെന്നും ഗിലാനി പറയുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഗിലാനിയെ വീട്ടിൽ നിന്ന് വിട്ടയച്ചപ്പോൾ മക്കളെ വീട്ടിൽ പൂട്ടിയിടുകയുണ്ടായി. സയ്യിദ് അലിഷ ഗിലാനി, മിർവായിസ് ഉമർ ഫാറൂഖ് എന്നിവരെയെല്ലാം പോലീസ് തടഞ്ഞുവെച്ചു. എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇഫ്തിഖാർ ഗിലാനി മീഡിയ വണിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. മിസ്റ്റർ ഇഫ്തിഖാർ, ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. Good evening. I think you can hear me properly, right? Yeah, I hear you properly. Mr. Iftkhar Gilani, we have learned from media reports that you and your family have been detained yesterday just after Afzal Guru was hanged. Can you give us a brief picture of the whole happenings? What happened actually yesterday? Quite brief picture is that almost at 10:30 I was just leaving for my office. I had just kept my bag in my car at the car park in the society. So suddenly 2 people came and they were inquiring about the house of Gilani Sahab. So I thought they are some courier people, so I asked them which Gilani Sahab you are asking for. They said that we need a Gilani Sahab who is the leader in Kashmir. So I said that you have come at the wrong place. He lives at a different place. These days he was in Delhi. He is in a different place. And just trying to make out them the direction to the different block of this in the colony. So one of them very politely told me that if you can just accompany us, if you just take a minute or so to accompany us. So I accompanied them in the way they told me that they are from the special cell of Delhi police. So when I reached at the house of Mr. Gilani, in that lane I saw already their plainclothes policemen where there was a crowd of policemen there. So I just pointed out to these 2 persons that he lives at the first floor and started to withdraw because I had kept even my car door open. When I just started to withdraw, they just got hold of me. They said that we need to talk to you at the Mr. Gilani's house. You just accompany us. When I said I had nothing to do with him. I am not a politician. I am a journalist. I am leaving my office. I had an editorial meeting in the office. So, but they just almost dragged me to the first floor of Mr. Gilani's house, and I saw that there were swarms of people there, taking mobile phones of those who were there, and one of the persons were searching the belongings of one of their guests. Mr. Gilani, right now, are you at home with your family? What's the position now? Right now I am at the home. There are 50 personnel outside my house. They are keeping watch on my house. They are outside. In the morning they had come and they wanted to know where I am going to office today, and what sort of work I will be doing today. But yesterday it was an ordeal for 5 hours, and that 5 hours my and my wife were kept at a separate place. My children were kept at a very separate place, and they were locked in a bedroom. And 8-9 people were outside, and that was quite horrifying. And if I say that my children are traumatized, it is an understatement. Right, Mr. Iftkhar. So you were telling us that the policemen, they behaved very rudely to you, right? They were quite very rude, and they were quite in a very nasty way. They had all the excuses, whatever they could have. They had actually threatened my neighbors, even that how they allow a terrorist to live in this locality. One of the teachers of my kids had come to give them tuitions at home. They threatened her as well. They said, how come she is coming and giving tuitions and education to children of terrorists?
It was an heroic experience. I don't believe, I am not, what are they did to... If you can be frank, Mr. Iftikhar, if you can be frank, do you feel actually secure in you staying in Delhi? It is, I think that these people, these security agencies, people who behave like this, they are the real separatists. They don't want India to be part of India. They are not. They are the ones who become instrumental in making Kashmiris to feel differently, and they should be tried for that. They should be held accountable. I am in the whole of life, I haven't been ever so scary in Delhi as I had been today. Right. Again, you are a journalist from Kashmir, and even for that, you may be so much concerned about all these happenings. Can you give us your perspective on Afzal Guru's death punishment? How do you view all these things? What's your opinion? I think there are a lot of, yesterday the report which was published in the DNA, today's DNA about the statement of his wife, I think it explains all. It is a symbolic case of how a typical Kashmiri youth in the early 1990s was frustrated by the repeated subversions of a democratic process, joined call of Azadi, disillusioned, but got brutalized between the security agencies and the militants. The security agencies wanted him to become an informer, but his conscience was not allowing him to become an informer. Sorry to interrupt, Mr. Gilani. Sorry to interrupt. Do you agree with Omar Abdullah's statement? The execution has reinforced the point that there is no justice. We will have to deal with how we can change that sort of alienation. I haven't gone through the Omar Abdullah's statement. What he has said? So he has given a clear political statement, Mr. Iftikhar, that what the Congress, what the UPA government has did is not justifiable. I think his election is quite nearby, almost a year away. So he has to carry his electoral constituency along. His uncle Sheikh Nazir had given much stronger statement yesterday. His another uncle Mustafa Kamal had given much stronger statement yesterday. So they are playing it to the galleries. He was a part of the decision. His father is a union cabinet minister. If it was so unjustified, he could have, as a cabinet minister, he could have opposed. He had lots of opportunities to oppose it. As a chief minister, he had an opportunity to oppose it. So he can't wash away his sins by these kind of statements. Thank you very much, Iftikhar Gilani, for joining us in this evening. Special edition Adhidhigalai, ee vishayam charcha cheyyunna Adhidhigalai JNUവിലെ School of International Studies Madhyeshya Vibhagam Talavan Dr. A.K. Ramakrishnan, മനുഷ്യാവകാശ പ്രവർത്തനം കമ്മിറ്റി ഫോർ റിലീസിംഗ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന്റെ സെക്രട്ടറിയായ റോണ വിൽസൺ എന്നിവർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബിജെപി ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള ന്യൂസ് സ്റ്റുഡിയോയിലുമുണ്ട്. സ്വാഗതം എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക്. ഗോപി, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഇന്ന് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത് ഒമർ അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലോകത്തിന് മുന്നിൽ, അതായത് വധശിക്ഷ കാത്തുകിടക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുത്ത് വധശിക്ഷ നടപ്പാക്കിയില്ല അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ UPA സർക്കാരിനാകുമോ എന്നുള്ളതാണ്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ കാണുന്നു BJP? അല്ല, ഇതിനെ ഒരു വധശിക്ഷയോട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാശ്മീരിൽ അതുണ്ട്. അവരുമായിട്ട് നമ്മുടെ പട്ടാളം ജീവനെ പണയപ്പെടുത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ മനുഷ്യാവകാശ തലങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഉള്ള ഒരു ചർച്ച, ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിരിക്കും. കാരണം ഒരു രാജ്യത്ത് ഒരു യുദ്ധകാല പരിസ്ഥിതി പോലെയാണ് ഇതിനെ കാണേണ്ടത്. 1994 പാൻ ഇസ്ലാമിക് കോൺഫറൻസ് ചേർന്നിട്ട് ലോകത്തിലെ 54 രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നു. അതിന്റെ അതിരുകൾ തട്ടിമാറ്റി ഒരു ഏകരാജ്യമാക്കണം എന്നൊരു ആശയഗതി അന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അൽ ഖ്വയ്ദയെ പോലുള്ള സംഘടനകൾ, ഈ സംഘടനകളുടെ എല്ലാം ബേസിക്കായ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ഇന്ത്യക്കാർ ചെയ്തിട്ടല്ല. അങ്ങനെയുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരെ ടാർഗറ്റ് ആക്കപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്ക, ഇസ്രയേൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ, ദൗർഭാഗ്യവശാൽ. അതുകൊണ്ട് 10-17 കൊല്ലങ്ങളായി അപ്രഖ്യാപിതമായ യുദ്ധങ്ങളിൽ ഒരു അപ്രഖ്യാപിത യുദ്ധം നമ്മൾ നേരിടുകയാണ്. ഒരു യുദ്ധത്തെ നേരിടേണ്ടി വരുന്ന അവസരത്തിൽ യുദ്ധത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് എവിടെ പ്രസക്തി?
ഇത്രയും നാൾ BJP ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാർ തീവ്രവാദ സംബന്ധമായ വിഷയങ്ങളിൽ ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ഒന്ന് കസബും ഒന്ന് അഫ്സൽ ഗുരുവും. രണ്ടുപേരുടെയും വധശിക്ഷ ഇപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് BJP ഇപ്പോൾ താങ്കൾ പറഞ്ഞു യുദ്ധത്തിൽ മനുഷ്യാവകാശത്തിന്റെ വിഷയം വരുന്നില്ല എന്ന്? അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പോലും പറയുന്നത് അദ്ദേഹം ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നേരിട്ടിടപെട്ടു എന്നതിനുള്ള ഡയറക്ട് എവിഡൻസുകളില്ല. എങ്കിൽ പോലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും ഏകതയും കാത്തുസൂക്ഷിക്കുന്നതിന് അതുപോലെ തന്നെ ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി വധശിക്ഷ നൽകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. ഒന്ന്, അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്ക് വിവരമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകൊടുത്തില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായ ബേസിക് റൈറ്റ്സ് പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പൌരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. എന്താണ് BJPക്ക് പറയാനുള്ളത്? ഗോപി, ഇപ്പൊ ഇത് പറയുന്ന ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇപ്പൊ ജഡ്ജ്മെന്റ് പറഞ്ഞല്ലോ, താങ്കൾ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഗൂഢാലോചനയ്ക്ക് നേരിട്ട് എവിഡൻസ് ഇല്ല, സാഹചര്യ തെളിവാണ്. എന്നും ഏത് ഗൂഢാലോചനയ്ക്കും സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്ത് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഏത് കാലഘട്ടവും 47 ശേഷമുള്ള ഗാന്ധിവരം തൊട്ടുള്ള എല്ലാ കേസുകളിലും. കാരണം ഒരാളുടെ മുമ്പിൽ വെച്ച് ഗൂഢാലോചന നടത്തുമോ, മറ്റാൾ കേക്ക് ഗൂഢാലോചന നടത്തുമോ? അപ്പൊ ഗൂഢാലോചന, ഞാൻ ആ ഫൈൻഡിങ്ങിലേക്കല്ല, ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഇന്ത്യയിൽ നിലവിലുള്ള നീതി സമ്പ്രദായങ്ങൾ, ആ സമ്പ്രദായത്തിൽ വിചാരണ നടന്ന് സുപ്രീം കോടതി വരെ എത്തുകയും പിന്നീട് രാഷ്ട്രപതി അത് പരിശോധിക്കുകയും ചെയ്തു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അത് നീട്ടിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? നീട്ടിക്കൊണ്ടുപോയ പിന്നിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു ഭരണകൂടം, ആ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്ത്യയുടെ പരമാധികാരം, സോവറിനിറ്റിയാണ് ഏറ്റവും പ്രധാനം. അപ്പം താങ്കൾ ഇപ്പൊ പറയുന്നല്ലോ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് പരിപാലിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ഭരണാധിപന്മാർ, അത് A പാർട്ടിയോ B പാർട്ടിയോ കോൺഗ്രസോ BJP എന്നുള്ളതല്ല, അവിടെ ഒരു നിയമവാഴ്ചയുണ്ട്. അതിലെ നിയമവാഴ്ചയുടെ അടുത്ത് നടക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർ പറയാ അതല്ല ശരിയെന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായി അവരാണത് ചെയ്യേണ്ട ആൾക്കാർ. അതിൽ കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് കെ രാമകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാമകൃഷ്ണൻ, BJPയുടെ നിലപാട് ഏറെക്കുറെ വ്യക്തമാണ്. BJP വധശിക്ഷയെ സ്വാഗതം ചെയ്യുന്നു, അതിനുശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിനുശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറെക്കുറെ മനുഷ്യാവകാശങ്ങളെയോ അല്ലെങ്കിൽ പൌരാവകാശങ്ങളെയോ അല്ലെങ്കിൽ പൌരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ ഒക്കെ ലംഘിക്കുന്ന വിധത്തിലുള്ളവയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിച്ച അഭിപ്രായം, ഇന്ത്യയെ ഇത്തരം സാഹചര്യങ്ങളെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമായി കാണണമെന്നും മനുഷ്യ അവകാശങ്ങൾക്ക് അവിടെ വലിയ പ്രസക്തിയില്ലെന്നും പറയുന്ന വാദം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. കാരണം നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് അവകാശങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുന്ന ഒരു വ്യവസ്ഥയാണ്. ആ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട്, ഒരു പൗരന്റെ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിച്ചുകൊണ്ടാണ് ഈ കേസിലുള്ള വിചാരണ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത്തരം കാര്യങ്ങൾ പ്രധാനമല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ 2 നെടും തൂണുകൾ എടുക്കുക. ഒന്ന് പാർലമെന്റും മറ്റൊന്ന് ജുഡീഷ്യറിയും. പാർലമെന്റിനെ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. ജുഡീഷ്യറി ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ന്യായമായ ട്രയൽ പോലും നൽകാതെ വളരെ ഫ്ലിംസി ആയിട്ടുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും അവസാനം തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു ഭരണകൂടം. ആ ജഡ്ജ്മെന്റിന്റെ കാര്യം ഇതെത്ര വേണമെങ്കിലും നമുക്ക് ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ്. ഒരുപാട് ഇന്നലെ തൊട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഈ ഇന്ത്യൻ ജനതയുടെ പൊതുബോധത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തൂക്കിലേറണം എന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ്. നിയമത്തിന്റെ മുഴുവൻ സാധുത കൊണ്ടുമല്ല അദ്ദേഹം തൂക്കിലേറാൻ കോടതി ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു വിധിന്യായം നമ്മൾ എന്ത് ദേശീയതയുടെ പേരിലാണെങ്കിലും അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഭൂഷണമായിട്ടുള്ളതല്ല. ഇപ്പോൾ അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ നാം കാണുന്ന മുഖ്യമായ ഒരു വശം,
നാം വിചാരിക്കുന്ന ഒരു ദേശരാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഈ ഒരു ഭരണകൂട ചെയ്തിയിലൂടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് ഇത് അവസരം തരുന്നുണ്ട്. നാം അത് ഉന്നയിക്കുക തന്നെ വേണം. ഇതിൽ ദേശാഭിമാനത്തിന്റെ പ്രശ്നം എന്നുള്ളതിലുപരി ലോങ് ടേം ആയിട്ട് ഏത് വിധത്തിലുള്ള ജനാധിപത്യപരമായ ഇന്ത്യയാണ് നാം വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് യുദ്ധസമാനമായി മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുന്ന ഒരു ഭരണപ്രക്രിയയാണ് നാം സ്ഥിരമായി വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ യഥാർത്ഥത്തിൽ നിരന്തരമായ ഒരു പെർപെച്വൽ അടിയന്തരാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പിറകിലാണ് അത് നടക്കുന്നത്. അത്തരം ആഗ്രഹങ്ങൾ ഭീഷണമായ ഒന്നാണ്. നമുക്ക് കുറച്ചുകൂടി ജീവിക്കാൻ കെ രാമകൃഷ്ണൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ശ്രീ ശ്രീധരൻപിള്ള, ഈ കേസിന്റെ പാർലമെന്റ് ആക്രമണം നടക്കുന്നത് BJP അധികാരത്തിലിരുന്ന കാലത്താണ്. അന്വേഷണം നടക്കുന്നത് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെയാണ്. അന്വേഷണത്തിൽ ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായതായ ആരോപണം അന്നു മുതൽ ഇന്നുവരെ നിലനിൽക്കുന്നുമുണ്ട്. ആരോപണങ്ങൾ ആർക്കും ഉയർത്താം. നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസ്ഥാപിതമായ ഇപ്പൊ രാമകൃഷ്ണൻ പറയുന്നത് ശ്രീധരൻപിള്ള പറയുന്നത് അല്ല. നാളെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുക. ഈ രാജ്യത്ത് അത്തരം കാര്യങ്ങളിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണഘടനയുടെ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ പറയാൻ സമ്മതിക്കും. എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയണ്ടേ? അതോ നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേട്ടാൽ മതിയോ? അപ്പൊ അതനുസരിച്ച് ആത്യന്തികമായി ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നാളെ തമിഴ്നാട്ടിലെ മുഴുവൻ ജനങ്ങളും അല്ലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം വേറിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ സംവിധാനം അനുസരിച്ച് നമ്മുടെ ക്രമം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് അത് അനുവദിക്കാൻ സാധിക്കുമോ? അപ്പൊ അതിനെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തെങ്കിലും തെറ്റിന്റെ ചെയ്തുകൊണ്ടല്ല. ഇപ്പം അൽഖ്വയ്ദയും ലഷ്കർ ഇ തോയ്ബയും ഇന്ത്യ ടാർഗറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മൾ വല്ല തെറ്റും ചെയ്തോ? ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. അതിനെ നമ്മൾ എതിർക്കുക. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. അതിന് നീതിപീഠം, പരമോന്നത നീതിപീഠം പറയുമ്പോൾ അതല്ലാന്ന് ചില വ്യക്തികൾ പറഞ്ഞാൽ ഒരു ശിക്ഷ വിട്ട് നടപ്പാക്കാൻ സാധിക്കും. അച്ഛനെ തല്ലിയാൽ രണ്ട് അഭിപ്രായം വരും. ഒരു കാര്യത്തിലൊരു വ്യക്തത. കേന്ദ്ര സർക്കാർ ഇത് ഈ വധശിക്ഷ നടപ്പാക്കിയ ഉടനെ പറഞ്ഞത് കശ്മീരിലെ സമാധാന ശ്രമങ്ങൾക്ക് സഹായകരവും ഇന്ത്യൻ പൌരന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുള്ളത്. ഇത് രണ്ടും ഈ ഒരു വധശിക്ഷയോടുകൂടി നടപ്പാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ അതിന്റെ ഒരു ജഡ്ജ്മെന്റിനെ ആസ് എ ഹോൾ യു വിൽ ടേക്ക് ജഡ്ജ്മെന്റ് ഡിസെക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പോർഷൻ അല്ല എടുക്കേണ്ടതായിട്ടുള്ളത്. അവിടെ ഈ കുറ്റം, ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും അതിന്റെ ശിക്ഷ കൊടുക്കേണ്ട പോർഷനിലാണ് ജഡ്ജ്മെന്റ്. ഇത് കഴിഞ്ഞ് കുറ്റക്കാരെന്ന് കണ്ടതിന് ശേഷം ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം അത് മിനിമം ശിക്ഷ കൊടുക്കണോ മാക്സിമം ശിക്ഷ കൊടുക്കണോ ആ പോർഷനിലാണ്. ആ പോർഷൻ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായും ഒരു ഇടവേളയിലേക്ക് ആദ്യം. The most memorable moments of my wedding are mine. Brides of India, mine diamonds from Malabar Gold. പഴയതെല്ലാം മാറ്റി പുതിയത് നിറയെ വാങ്ങിട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. ഡെയിലി വെയർ ചെയിനുകളുടെ പുത്തൻ കളക്ഷൻ. റെഗുലർ, സ്പെഷ്യൽ, പ്രീമിയം ഡിസൈനുകളിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലകളിൽ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. Today's programs brought to you by Kim's Pinnacle, ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം. സ്പെഷ്യൽ എഡിഷൻ തിരിച്ചെത്തുകയാണ്. സ്പെഷ്യൽ എഡിഷനിലേക്ക് അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങൾ, ജമ്മു കാശ്മീരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഫ്യൂ തുടരുന്നു. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളും ചർച്ചകളും തുടരുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. മാത്യു കുഴൽനാടൻ, ഇന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. UPA സർക്കാരിന് തിരഞ്ഞു പിടിച്ച് വധശിക്ഷ നടപ്പാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ
തെളിവ് നൽകേണ്ടി വരും ലോകത്തിനു മുന്നിൽ എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനോട് പ്രതികരിക്കുക? തീർച്ചയായിട്ടും ഇത് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയി മാറുകയാണ്. പക്ഷെ ഇതിന്റെ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് UPA സർക്കാർ കൊടുത്തൊരു മെസ്സേജ്, അതായത് ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടാണ് സർക്കാരിൻ്റെത്, അല്ലെങ്കിൽ ഇവിടെ രാജ്യത്തിന് ഭീഷണി ഉയരുന്ന തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളോടും സന്ധിയില്ലാത്ത നിലപാടാണ് കോൺഗ്രസിൻ്റെത് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. നമ്മുടേതായ ട്രഡീഷനും അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കൾച്ചറും നമ്മുടേതായ സിവിലൈസേഷനും ഈ രാജ്യത്തിനുണ്ട്. അപ്പോ അത് നിന്ന് നോക്കുമ്പോൾ ഒരു ഫെയർ ട്രയൽ, അതായത് അദ്ദേഹത്തിന്റെ അഫ്സൽ ഗുരുവിനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഏതൊരു ഇന്ത്യൻ പൗരനും കിട്ടേണ്ട ഒരു ഫെയർ ട്രയൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ രാജ്യത്തിന്റെ മുമ്പിലുള്ളത്. അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പരിശോധിക്കണം. ഈ ട്രയൽ മുഴുവൻ നമ്മൾ എല്ലാ സ്റ്റേജിലും, അത് കീഴ്ക്കോടതി മുതൽ എല്ലാ സ്റ്റേജിലും അഫ്സൽ ഗുരുവിന് പ്രോപ്പർ ലീഗൽ എയ്ഡ് കോടതി ഉറപ്പാക്കിയിരുന്നു, സർക്കാർ ഉറപ്പാക്കിയിരുന്നു. അതുകൂടാതെ അവസാന ഘട്ടം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതിയാണ് അഡ്വക്കേറ്റ് സഞ്ജയ് ബൻസാലിനെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായി നിയമിച്ചത്. മാത്യു കുഴൽനാടൻ, കേസിന്റെ ചരിത്രം വളരെ വ്യക്തമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് ഉമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉമർ അബ്ദുള്ള കശ്മീരിലെ സ്ഥിതിഗതികളെ അഡ്രസ് കശ്മീരിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്. അത് കശ്മീരിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കശ്മീരിന്റെ സെന്റിമെന്റ്സ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ മനസാക്ഷി, ഇന്ത്യയുടെ കൺസേൺ ഈസ് സോ ക്ലിയർ that we have given a very fair trial. It has gone to the all due process of law. After that, the court has granted capital punishment. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. വളരെ നന്ദി മാത്യു കുഴൽനാടൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഡൽഹി സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോകുന്നു. റോണ വിൽസൺ ചേരുന്നു. അവിടെ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തനം സോഷ്യൽ ആക്ടിവിസ്റ്റുമായ റോണ വിൽസൺ ചേരുന്നു. റോണ വിൽസൺ, കോൺഗ്രസിന്റെയും BJPയുടെയും വാദങ്ങൾ ഏറെക്കുറെ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുക മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, അതിനുശേഷം ഇഫ്തിഖർ ഗിലാനിയെ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കിയതിന്റെ തൊട്ടുപുറകെ ചിലരെയൊക്കെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നു, കർഫ്യൂ പ്രഖ്യാപിക്കുന്നു. പൌരാവകാശങ്ങളുടെ ലംഘനം തുടരുകയാണ്. ഭരണകൂടം നൽകുന്ന സന്ദേശം എന്താണ്? ഇഫ്തിഖർ ഗിലാനിനെ മാത്രമല്ല, കമ്മിറ്റി ഫോർ ദ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന്റെ വർക്കിംഗ് പ്രസിഡന്റായ പ്രൊഫസർ SAR ഗിലാനിനെയും ഇന്നലെ മുഴുവൻ അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിൽ വെച്ചിരിക്കുകയായിരുന്നു സ്പെഷ്യൽ സെല്ല്. നിരന്തരമായ സമ്മർദ്ദം മീഡിയയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിലാനിയുടെ ലോയറിന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങൾ എല്ലാം ഉണ്ടായിട്ട് പോലും സ്പെഷ്യൽ സെല്ല് അങ്ങനെ ഒരു വ്യക്തിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. 11 മണി രാത്രിക്ക് ശേഷമാണ് പുള്ളിനെ SAR ഗിലാനിനെ വിടുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ജന്തർ മന്ദിറിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സിവിൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റിനെ പോലീസ് സംരക്ഷണത്തോടുകൂടി ബജറംഗ് ദൾ, VHP അടങ്ങുന്ന സംഘം ആക്രമിക്കുകയും സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുകയും, അതായത് ഹിജാബ് ധരിച്ചു വന്ന കശ്മീരി സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് ഈ സ്റ്റുഡൻസിനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഈ ആക്രമണം നടത്തിയ ബജറംഗ് ദളിനെയോ അല്ലെങ്കിൽ VHP പ്രവർത്തകരെയോ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ പുറത്ത് കേസൊന്നുമില്ല. എന്നാൽ ഈ സ്റ്റുഡൻസിന്റെ പുറത്ത് അവരെ അറസ്റ്റ് ചെയ്ത് മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇതുപോലെ തന്നെ ഇഫ്തിഖർ ഗിലാനിനെയും ജേർണലിസ്റ്റുകളുടെയും ഇഫ്തിഖർ ഗിലാനിയുടെ ഓർഗനൈസേഷനായ DNAയുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവസാനമാണ് പുള്ളിനെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ SAR ഗിലാനി, ഇഫ്തിഖർ ഗിലാനി രണ്ടുപേരെയും പോലീസ് ഹൌസ് അറസ്റ്റ്. അഫ്സൽ ഗുരുവിന്റെ കേസിലേക്ക് തിരിച്ചു വന്നാൽ BJPയും കോൺഗ്രസും ഏറെക്കുറെ ഒരേ സ്വരത്തിൽ പറയുന്നു, നീതിപൂർവമായ ഒരു വിചാരണ അഫ്സൽ ഗുരുവിന് ഉറപ്പാക്കപ്പെട്ടിരുന്നു, യുക്തിസഹമായ അന്വേഷണങ്ങൾ നടന്നിരുന്നു, വ്യവസ്ഥാപിതമായ രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കപ്പെട്ടിരുന്നു എന്ന് കോൺഗ്രസും BJPയും ഏറെക്കുറെ ഒരേ സ്വരത്തിൽ പറയുന്നു.
താങ്കളുടെ നിരീക്ഷണം എന്താണ് ഇതിൽ? ഇതിനെപ്പറ്റി പാർലമെന്റ് അറ്റാക്ക് കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ 2002 മുതൽ ഞങ്ങൾ സജീവമായിട്ട് അതിന്റെ ഡിഫൻസിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് അഫ്സൽ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അഫ്സൽ ഗുരുവിന് ലോവർ കോർട്ടിൽ അന്നത്തെ ആ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ അഫ്സൽ ഗുരുവിന് ഒരു ലോയറിനെ കണ്ടുകിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ലോവർ കോർട്ടിൽ അഫ്സൽ ഗുരുവിനുണ്ടായിരുന്നത് ഗവൺമെന്റ് കൊടുത്ത അമൈക്കസ് ക്യൂറെ ലോയറാണ്. ഒരു തവണ പോലും അഫ്സൽ ഗുരുവുമായി അയാൾ ബന്ധപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല ലോവർ കോർട്ടിലാണ് എല്ലായ്പ്പോഴും കേസ് ശരിയായ രീതിയിൽ അതിന്റെ ഡിഫൻസ് തയ്യാറാക്കുന്നത്. ഒരു വിറ്റ്നസിനെ പോലും ശരിയായ രീതിയിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് അപ്പോയിന്റഡ് ലോയർ വിസ്തരിക്കുകയോ അല്ലെങ്കിൽ അഫ്സലിനെ കാണുകയോ അഫ്സലിന്റെ ഭാഗത്തുനിന്ന് അഫ്സൽ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നതെന്നും അഫ്സലിന്റെ പുറത്ത് ഒരുപാട് ടോർച്ചർ ഉണ്ടായിട്ടുണ്ട്, അഫ്സലിന്റെ പുറത്തുനിന്ന് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് എടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഈ ലോയർ കോർട്ടിനെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും മാത്രമാണ് അഫ്സലിന് ഒരു ലോയറിനെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്കും കേസ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കേസ് അതിന്റെ ലീഗൽ പോയിന്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ, അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലോട്ട് പോകാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അപ്പം അഫ്സൽ എന്ന് പറയുന്നത് വ്യക്തി തുടക്കം മുതൽ അവസാനം വരെ ഈ ലാസ്റ്റ് മേഴ്സി പെറ്റീഷൻ വരെ, അതായത് അഫ്സലിന്റെ ഭാഗത്തുനിന്ന് അഫ്സലിന്റെ ഭാര്യ തബസ്സും നൽകിയ ക്ലെമൻസി പെറ്റീഷൻ, ആ ക്ലെമൻസി പെറ്റീഷനിൽ പോലും കൃത്യമായിട്ട് പറയുന്നത് എന്റെ ഭർത്താവിന് ഇന്നേ വരെ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവര് കൃത്യമായിട്ട് അവകാശപ്പെടുന്നത് ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ അവർ കൃത്യം അക്കമിട്ട് പറയുന്നുണ്ട്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കിയതും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളും രാജ്യത്ത് പുതിയ വിവാദങ്ങളിലേക്കും പുതിയ സംഭവവികാസങ്ങളിലേക്കും വഴിതെളിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിൽ പങ്കെടുത്തത് ഡൽഹിയിൽ നിന്ന് റോണ വിൽസൺ, ഒപ്പം ശ്രീ AK രാമകൃഷ്ണൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള, ഒപ്പം ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ എന്നിവരാണ്. വളരെ നന്ദി എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. ഗോപി ചേരുന്നു. അരുന്ധതി റോയുടെ ഇന്ന് അരുന്ധതി റോയ് എഴുതിയ ലേഖനത്തിലെ പ്രധാന വിവരങ്ങളുമായി ഗോപി ചേരുന്നു ഇപ്പോൾ നമുക്കൊപ്പം. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കപ്പെട്ടപ്പോൾ നീതി നിർവഹണം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം. മനുഷ്യാവകാശ പ്രവർത്തകയും ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അരുന്ധതി റോയ് ദ ഹിന്ദുവിൽ എഴുതിയ എ പെർഫെക്റ്റ് ഡേ ഫോർ ഡെമോക്രസി എന്ന തലക്കെട്ടിൽ വന്ന ലേഖനത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഉദാഹരണത്തിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുണ്ടെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കാൻ തക്ക തെളിവുകൾ ലഭ്യമല്ലെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നു എന്ന് അരുന്ധതി റോയ് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം കേസിൽ സുപ്രധാന തെളിവുകൾ ആരാണ് നിർമ്മിച്ചെടുത്തത് എന്ന് അരുന്ധതി ചോദിക്കുന്നു. പത്രങ്ങളിലും ടിവികളിലെ സിനിമകളിലും വന്ന തെളിവുകൾ പെറുക്കിക്കൂട്ടിയാൽ അതെങ്ങനെയാണ് മതിയായ തെളിവാകുന്നത് എന്നാണ് അരുന്ധതി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം. ജയിലിലടച്ച അഫ്സൽ ഗുരുവിന് ഒരു അഭിഭാഷകനെ പോലും ലഭ്യമായില്ല. കോടതി നിയോഗിച്ച ജൂനിയർ അഭിഭാഷകൻ അഫ്സലിനെ സന്ദർശിക്കുക പോലും ഉണ്ടായില്ല. അഫ്സലിന് അനുകൂലമായി പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കാനോ ക്രോസ് ചെയ്യാനോ തയ്യാറായില്ല. ഇതെല്ലാമാണ് അരുന്ധതി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഒരു ചെറിയ ഇടവേളയിലേക്ക് ഇനി